ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ വീഡിയോ ഉണ്ടല്ലോ, ഏകദേശം ഒരു 1.5 മാസത്തെ പഴക്കം ചെന്ന വീഡിയോ ആട്ടോ ഞാൻ ഇന്നിത് അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങൾ വൈക്കത്ത് ഞാനും ശ്രീജും ശങ്കരിയും അണ്ണനും ശ്രീലക്ഷ്മിയും കൂടി പോയ വീഡിയോ ആണ്. സത്യത്തിൽ ഞങ്ങൾ തലേദിവസമേ പോകാനിരുന്നേച്ചാണ്. പക്ഷെ ശങ്കരിക്ക് വയ്യായിരുന്നൊക്കെ കൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചു. ജസ്റ്റ് ഒന്ന് എല്ലാ ആൻറ്റിമാരുടെ വീട്ടിലും ഒന്ന് കയറി വരാം, കസിൻസിനെയൊക്കെ കണ്ടിട്ട് വരാം. മെയിനായിട്ട് എൻ്റെ കസിൻ ബ്രദർ പുറത്ത് എബ്രോഡായിരുന്നു, അവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പോയതാണ്ടോ. ഈ വീഡിയോ കാണാണ്ടായപ്പോഴത്തേക്കും ഇല്ല, ഇങ്ങോട്ട് ഫോൺ കോളും മെസ്സേജൊക്കെ ആണ്ടോ. വലിയ കാര്യത്തിന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയില്ല, നീ എന്ത് ഇത് അപ്ലോഡ് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. സത്യത്തിൽ എനിക്കറിയില്ല, ഇതിങ്ങനെ എൻ്റെ എഡിറ്റ് ലിസ്റ്റിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാനിട്ട് പുറമെ ഓരോ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ടിരുന്നപ്പോഴും ഇതിങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. ഇന്നും ഞാൻ ഈ വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്നെ അവരെല്ലാവരും കൂടി ശരിയാക്കും. അതുകൊണ്ട് ഞാൻ ഇടുവാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ആനിയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കസിൻ ബ്രദർ. അപ്പോൾ അവനെ കുറേ നാളുകൂടി കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്താണെന്നറിയില്ല, ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കുറച്ചു നേരമൊക്കെ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞെങ്കിൽ നമ്മൾ കഴിച്ചില്ല, കാരണം നമുക്ക് വേറെ ഉദ്ദേശം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ. പിന്നെ എന്താ, ഇവിടുന്ന് കുറച്ചും കൂടി പോകണം അടുത്ത ആൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ നമ്മളെ ഒത്തിരി കസിൻസ് ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ വൈക്കത്ത് തന്നെ നമുക്ക് 2-3 വീടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാ വീട്ടിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പോകുമ്പോൾ ജസ്റ്റ് ഓടിച്ചിട്ട് കയറി പോരും കേട്ടോ. അപ്പോൾ അത് അടുത്ത ആൻ്റെ വീട്ടിൽ ചെന്നു. ഇതാണ് എൻ്റെ കസിൻ സിസ്റ്ററെ. ആൾ വന്നിട്ട് കലാമണ്ഡലമാണ് കേട്ടോ, കലാമണ്ഡലം ശിവഗംഗ. അപ്പോൾ പിള്ളേരെ ഡാൻസൊക്കെ എടുത്ത് ആൾ ടയേർഡായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ആ സമയത്താണ് ഞങ്ങളുടെ കയറി ചെല്ലൽ. പിന്നെ ഞങ്ങൾക്ക് വെള്ളമൊക്കെ തന്ന് കുറച്ച് നേരം ഞങ്ങൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നു കേട്ടോ. ഇത് ഹൈലൈറ്റ് ആണ് കേട്ടോ. നല്ല ചെടികളും മരങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ. ഇങ്ങനെ ഇരുന്നാൽ കാണാൻ ഭയങ്കര രസമാണ്, നല്ല പീസാണ്. വണ്ടികളുടെ ബഹളമോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സൈലന്റ് ഏരിയ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ശങ്കരനും ബായി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ആൻ്റെ വീട്ടിലും കൂടി കയറിയിട്ട് ഞങ്ങൾക്ക് പോരാന്ന് പറഞ്ഞാട്ടാ പോയത്. അങ്ങനെ ചെന്നത് ഇവാനിക്കുട്ടി നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ പോരുന്ന സമയമായപ്പോൾ ആൾ ഉറക്കപ്പിച്ചിട്ടാണല്ലോ എണീറ്റൊക്കെ വന്ന്. എന്നിട്ട് അവർക്കും ബായി പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ, ഉദ്ദേശം വേറൊന്നും അല്ലായിരുന്നു, ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുക. അങ്ങനെ ഞങ്ങൾ biryani.com കയറി ഫിഷ് തവ ബിരിയാണി ആട്ടോ പറഞ്ഞത്. സത്യത്തിൽ 4 പേർക്ക് കഴിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ സാധനം വന്നപ്പോൾ ഉണ്ടല്ലോ, 4 പേർക്കൊന്നും അല്ല, അതിൽ കൂടുതൽ പേർക്കും കഴിക്കാമായിരുന്നു. നമ്മളല്ലേ കഴിക്കുന്നത്, കണ്ടപ്പോൾ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞായിരുന്നു. കോംപ്ലിമെൻ്റ് ആയിട്ട് 65 ഒക്കെ ആദ്യമേ തന്നായിരുന്നു കേട്ടോ. നമ്മളിതാ അതിൽ നിന്ന് ഒരു ഫിഷ് എടുത്തുള്ളൂ, പിന്നെ കുറച്ച് റൈസും എടുത്ത് കഴിച്ചിട്ട് ബാക്കി നമ്മൾ വീട്ടിലോട്ട് പാഴ്സൽ എടുക്കാണ്ടാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോകുന്നു ഗൈസ്. അപ്പോൾ എന്താ പറയുക, അത്രയേ ഉള്ളൂ.